സോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്, തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും. അത് നമുക്ക് 2024 സ്കീമാണ്, നമ്മൾ പുതിയ സ്കീമാണെങ്കിലും 2019 സ്കീമിലെ എക്സാംസിനൊക്കെ ഈ തിയറം എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. കുറച്ച് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രൂഫ് ആയിട്ടാണ് തിയറം ആണ്. നിങ്ങൾക്ക് അറിയാലോ, തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും, അതിനെ നമ്മൾ എവിഡൻസോട് കൂടി പ്രൂവ് ചെയ്യുക ബൈ ഡെഫിനിഷൻ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുക എന്ന് മാത്രം. ഓക്കെ, സോ നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ 4ാമത്തെ തിയറാണ് പഠിക്കുന്നത്, തിയറം 1.4. ഞാൻ ഓൾറെഡി നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നോട്ട് ഷെയർ ചെയ്തത് കംപ്ലീറ്റ് ആക്കിയവർക്ക് ഈ തിയറം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അല്ലാത്തവര് ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇതെങ്ങനെയാണ് നമ്മൾ പ്രൂഫ് കംപ്ലീറ്റ് ആക്കുന്നതെന്ന്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സിമ്പിൾ ഗ്രാഫ്, വിച്ച് മീൻസ് ഒരു ഗ്രാഫ് സിമ്പിൾ ആണെങ്കിൽ a graph without loop and parallel edges. ലൂപ്പും പാരലൽ എഡ്ജസും ഇല്ലാത്ത ഗ്രാഫിനെ ഷെയർ ചെയ്യല്ലോ. ഓ യെസ്, സ്ക്രീൻ കാണുന്നല്ലേ? കാണാം. യെസ്. അപ്പോ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, എ സിമ്പിൾ ഗ്രാഫ് വിച്ച് മീൻ ദാറ്റ് ഇസ് ദ ഗ്രാഫ് വിത്തൗട്ട് ലൂപ്പ് ആൻഡ് പാരലൽ എഡ്ജസ്. ഓക്കെ, ആ സിമ്പിൾ ഗ്രാഫില് a simple graph with n vertices and k components, okay, can have at most n minus k into n minus k plus 1 the whole divided by 2 edges. ഓക്കെ, ഇതാണ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ ഗ്രാഫിന് n വെർട്ടെക്സ് ഉണ്ട്, ആ ഗ്രാഫിൽ k കമ്പോണൻസും ഉണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഗ്രാഫില് ഇത്രയും ഈ കാണുന്ന ഈ ഒരു എക്സ്പ്രഷൻ ഓഫ് എഡ്ജസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. n minus k, where n is the number of vertex and k is the components. ഓക്കെ, അപ്പോ ആ ഗ്രാഫ് G ആണ്. അപ്പൊ നമുക്ക് ആ പ്രൂഫിലേക്ക് പോകുന്നതിനും പറ്റി ആ ഗ്രാഫിനെ പറ്റി ഒന്ന് പറയാം. n വെർട്ടിസസും k കമ്പോണൻസുമുള്ള ഒരു സിമ്പിൾ ഗ്രാഫാണ്. ഓക്കെ, സിമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. 4 വെർട്ടെക്സ് ആണെങ്കിൽ 4 വെർട്ടെക്സ് ഇങ്ങനെ ഒരു ഗ്രാഫ് ആകാം. 4 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ്, അത് സിമ്പിൾ ആകുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ലൂപ്പും പാരലൽ എഡ്ജസും ഇല്ല. ലൂപ്പ് ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ, പാരലൽ എഡ്ജസ് ആണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, അപ്പോ ലൂപ്പും പാരലൽ എഡ്ജസും ഇല്ലാത്ത ഒരു സിമ്പിൾ ഗ്രാഫ്. പക്ഷെ അവിടെ k കമ്പോണൻസ് എന്ന് പറഞ്ഞു, വിച്ച് മീൻസ് അവിടെ ഒരു ഒറ്റ ഗ്രാഫിലല്ലായിരിക്കും, ആ ഗ്രാഫ് ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കാം, അവിടെ ഒന്നിലധികം കമ്പോണൻസ് കാണാം. ഓക്കെ, അതാണ് അവിടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. n വെർട്ടെക്സും അവിടെ k കമ്പോണൻസുമായിട്ട് തിരിഞ്ഞിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിവിടെ ഒരു 4 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ്, അതിനൊപ്പം തന്നെ മറ്റൊരു സിംഗിൾ വെർട്ടെക്സ്, അതിനോടനുബന്ധിച്ച് ഒരു വെർട്ടെക്സ്, ഇങ്ങനെ കമ്പോണൻസ് ആയിട്ട് തിരിഞ്ഞു കിടക്കുന്ന ഈ ഒരു ഗ്രാഫിന് G എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ വെർട്ടെക്സുകൾക്ക് പേര് കൊടുത്താൽ V1, V2, V3, V4, V5. നമ്മളിവിടെ 9 വെർട്ടിസസ് ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് കമ്പോണന്റ്, ദ കമ്പോണന്റ്, നമുക്കതിനൊരു പേര് കൊടുത്താൽ K1 എന്ന കമ്പോണന്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് കമ്പോണന്റിൽ ഒരു വെർട്ടെക്സ്. സെക്കൻഡ് കമ്പോണന്റിൽ 4 വെർട്ടെക്സ്, സെക്കൻഡ് കമ്പോണന്റ് അല്ലെങ്കിൽ K2, തേർഡ് കമ്പോണന്റ് K3, ഫോർത്ത് കമ്പോണന്റ് K4. കണ്ടോ, ഇതാണ് ഗ്രാഫ്. അപ്പൊ ഇങ്ങനത്തെ n വെർട്ടിസസും k കമ്പോണൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഇൻ ജനറലി ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രാഫിന് നമ്പർ ഓഫ് എഡ്ജസ് n minus k into n minus k plus 1/2 എഡ്ജസ് ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഓക്കെ, സോ
നമുക്ക് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് ലേബലിംഗ് ഉണ്ട്. അതിനു മുമ്പായി തന്നെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഒരു ക്വസ്റ്റ്യൻ, അതായത് മാക്സിമം, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്, മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ സിമ്പിൾ ഗ്രാഫ്. ഓക്കെ, നമ്മൾ അവിടെ നിന്നാണ് കംപ്ലീറ്റ് ഗ്രാഫിന്റെ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞത്. ഒരു സിമ്പിൾ ഗ്രാഫിൽ വരുന്ന മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. n×n-1/2 ആണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിൾ ഒക്കെ കാണിച്ചു. 4 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ്, അതിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ്, സിമ്പിൾ ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ ലൂപ്പും പാരലൽ എഡ്ജസും വരയ്ക്കാൻ പാടില്ല. അപ്പോ ഈ ഗ്രാഫില് ഏത് 2 വെർട്ടെക്സിനിടയിലും നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ആയി. ഇനി ഇതിൽ എഡ്ജസ് വന്നു കഴിഞ്ഞാൽ അത് പാരലൽ ആയി പോകും. അപ്പൊ പാരലൽ വരാനും പാടില്ല, ബിക്കോസ് ഇറ്റ്സ് സിമ്പിൾ. സോ ഈ ഗ്രാഫില് 4 വെർട്ടെക്സ് ഉള്ള ഈ ഗ്രാഫില് എഡ്ജസിന്റെ എണ്ണം 6 ആണ് അല്ലെ. നമ്മളത് പ്രൂവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവര് ആ ഒരു പ്രോബ്ലം എടുത്ത് മനസ്സിലാക്കുക. n×n-1/2 ആണ് ഒരു സിമ്പിൾ ഗ്രാഫിന്റെ എഡ്ജുകൾ കാണാനുള്ള, മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് കാണാനുള്ള ഫോർമുല എന്ന് വേണമെങ്കിൽ പറയാം. വേർ n is equal to here 4 ആണ്. 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. ഇങ്ങനെ ഒരു ഫോർമുല മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ. അതുപോലെ ഒരു സിമ്പിൾ ഗ്രാഫിൽ n×n-1/2 ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് കമ്പോണൻസ് ആയിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. അവിടെ ഓരോ കമ്പോണൻസിന്റെയും മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് കണ്ടിട്ട് അത് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇങ്ങനെ ഒരു വാല്യൂ കിട്ടണം. അങ്ങനെയാണ് നമ്മൾ ആ പ്രൂഫിലേക്ക് പോകുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ k കമ്പോണൻസ് ഉണ്ട്. k കമ്പോണൻസിൽ നമുക്കിപ്പോ k1 എന്ന ഫസ്റ്റ് കമ്പോണന്റ്, k2 എന്ന സെക്കൻഡ് കമ്പോണന്റ്, k3 എന്ന സെക്കൻഡ് കമ്പോണന്റ്, എക്സെട്ര kn എന്ന n കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഒരു ഗ്രാഫിന്റെ പാർട്ടുകളാണ് അല്ലെ. സോ k1ല് നമുക്ക് വെർട്ടെക്സ് n1 ഇൻറ്റു, അതായത് k1ന്റെ വെർട്ടിസസിന്റെ എണ്ണം n1 ആണ്, k2ന്റെ വെർട്ടിസസ് n2 ആണ്, k3യുടെ വെർട്ടിസസിന്റെ എണ്ണം n3 ആണ്. അങ്ങനെയാണെങ്കിൽ knന്റെ വെർട്ടെക്സിന്റെ എണ്ണം nk ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇതും ഒരു ഗ്രാഫായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. സോ വി ഹാവ് ദി ഫോർമുല. ഒരു ഗ്രാഫില് n×n-1/2 എഡ്ജസ് ആണെങ്കിൽ ഇവിടെ n1 വെർട്ടിസസ് ഉള്ള k1 കമ്പോണന്റില് n1 ആയിരിക്കും എഡ്ജുകളുടെ എണ്ണം. ഇവിടെ വരുമ്പോഴോ n2×n2-1/2. n3യിലാണെങ്കിൽ n3×n3-1/2, എക്സെട്ര n3×nk-1/2. അപ്പൊ നമുക്ക് വേണ്ടത് എല്ലാ കമ്പോണൻസിലുമുള്ള എഡ്ജുകളുടെ അറ്റ്മോസ്റ്റ് എഡ്ജസിന്റെ എണ്ണാണ്. സോ നമുക്ക് വേണ്ടത് ദ സം ഓഫ് ദീസ്. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആ ഒരു എക്സ്പ്രഷനിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി ഡൺ ദ പ്രൂഫ്. സോ നമുക്ക് വേണ്ടത് സിഗ്മ, ഞാൻ ഇതിനെ സമ്മേഷനിലായിട്ട് എഴുതി കഴിഞ്ഞാൽ i = 1 to k ni×ni-1 divided by k എന്താണ് എന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇൻ ദിസ് തിയറം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ഇൻട്രൊഡക്ഷനിൽ എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഗ്രാഫാണ്, k കമ്പോണൻസ് ഉണ്ട്. ഒരു കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഗ്രാഫ് തന്നെയാണ്. സിമ്പിൾ ഗ്രാഫുകളുടെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജുകളുടെ എണ്ണം വി നോ ദാറ്റ് ഇസ് n×n-1/2. അത്തരത്തിലുള്ള k കമ്പോണൻസുകളുടെ എഡ്ജസിന്റെ എണ്ണം വി ആഡ് ടുഗെദർ. k കമ്പോണൻസിലെ എഡ്ജുകളുടെ എണ്ണം അങ്ങ് ആഡ് ചെയ്തു അല്ലെ. ഇവിടെ നമുക്ക് മാക്സിമം എഡ്ജുകൾ എത്രയാണെന്നുള്ളത് നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കാം അല്ലെ. ഇവിടെ നമുക്കൊരു ചെറിയൊരു ഗ്രാഫ് നമ്മളൊരു എക്സാമ്പിളിൽ കാണിച്ചതാണ്. പക്ഷെ ഈ കേസിൽ നമ്മളിത് ഇങ്ങനെ സമ്മേഷനിലാക്കുന്നു. സോ നമുക്കപ്പോ പ്രൂഫിന്റെ ഒറിജിനൽ സ്ട്രക്ചറിലേക്ക് പോകാം. അപ്പൊ നമ്മൾ എപ്പോഴും പ്രൂഫ് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടേംസ്, ഫോർമുലാസ്, ഡെഫിനിഷൻസ് എല്ലാം പ്രൂഫിൽ അപ്ലൈ ചെയ്യണം. പ്രൂഫിൽ നിങ്ങൾ അത് എഴുതി പഠിപ്പിക്കണം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഐസോമോർഫിസം ആണ് പ്രൂവ് ചെയ്യുന്നതെങ്കിൽ കൂടി
അത് ഓർണമെന്റലി തന്നെ അത് എഴുതി അത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എഴുതി വെക്കണം കേട്ടോ. സോ പ്രൂഫില് വി ഹാവ് നമ്പർ ഓഫ് വെർട്ടിസസിനെ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് n എന്ന വെർട്ടിസസ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾക്ക് വെർട്ടിസസിന് നമ്മളിവിടെ n1 n2 nk എന്ന് പേര് കൊടുത്തതൊന്ന് ലേബിൾ ചെയ്യാൻ പോവാണ്. ലെറ്റ് ദ നമ്പർ ഓഫ് വെർട്ടീസസ് in each of the k components. ഓക്കെ, ഓരോ കമ്പോണൻസിലുമുള്ള വെർട്ടിസസിന്റെ എണ്ണം അല്ലെങ്കിൽ വെർട്ടിസസിന്റെ ഡിനോട്ടേഷൻ n1 n2 nk എന്നാണെന്ന് ഇവിടെ ലേബൽ ചെയ്യാണ്. ദാറ്റ് ഈസ് n1 n2 എക്സെട്ര nk. സോ ഈ n1 n2 എന്നുള്ളത് n1 എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പോണന്റിലെ വെർട്ടിസസുകൾ, n2 എന്ന് പറയുന്നത് സെക്കൻഡ് കമ്പോണന്റിലെ വെർട്ടിസസുകൾ, nk എന്ന് പറയുന്നത് kth കമ്പോണന്റിലെ വെർട്ടെക്സ്. ദസ് വി ഹാവ്, അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടിസസുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ്, ഓക്കെ, കമ്പോണൻസിലെ എല്ലാ വെർട്ടിസസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ n എന്ന് എഴുതാം, വിച്ച് മീൻസ് ആ ഗ്രാഫിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ്. അല്ലെങ്കിൽ നമുക്കതിനെ ഈ ഒരു ഡിനോട്ടേഷൻ കൊടുക്കാം, i equal to 1 to k ni which is equal to n. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് n വെർട്ടിസ് ആണ്, k കമ്പോണന്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ കമ്പോണന്റിലും വെർട്ടിസസുകളുടെ എണ്ണത്തിന് നമ്മൾ ലേബൽ ചെയ്തു n1 n2 എക്സെട്ര nk. ബൈ കോമൺ സെൻസ് വി നോ ദാറ്റ് ആ k കമ്പോണൻസിലെ എല്ലാ വെർട്ടിസസുകളുടെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിന്റെ ടോട്ടൽ വെർട്ടെക്സ് കിട്ടും. സോ ദാറ്റ് ഇസ് ദ ഡിനോട്ടേഷൻ കൊടുത്തു, സമ്മേഷൻ ഉപയോഗിച്ച് അതിന് കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടെ എഴുതാണ്, വെയർ ni ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എന്തുകൊണ്ടായിരിക്കും ni ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതിയിരിക്കുന്നത്? അതെങ്ങനെ പറയാമോ? why ni ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1? anyone? അതെ, വെർട്ടെക്സ് ഏറ്റവും മിനിമം നമ്പർ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. 1 വെർട്ടെക്സിൽ താഴെ വെർട്ടെക്സുകൾ ഇല്ല അല്ലെ. അങ്ങനെ ഒരു വെർട്ടെക്സ് ഇല്ലെങ്കിൽ അവിടെ ഗ്രാഫ് ഇല്ല. നമുക്കറിയാം, നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു നൾ വെർട്ടെക്സ് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കമ്പോണന്റ്. അത് ഒരു വെർട്ടെക്സ് ഉണ്ടെങ്കിലും അത് കമ്പോണന്റ് ആണ്, എഡ്ജസ് വേണമെന്നില്ല ഒരു കമ്പോണന്റ് ആവാൻ. സോ വെർട്ടെക്സുകളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞത് 1 ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ ഒരു ഇക്വാലിറ്റി എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് പ്രൂഫ്, നമ്മുടെ മാക്സിമം നമുക്കറിയാം, മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ ith കമ്പോണന്റ്. നമുക്ക് ഓരോ കമ്പോണന്റിലെയും വെർട്ടിസസ് എഡ്ജസുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാം, അത് നേരത്തെ പറഞ്ഞതുപോലെ. സോ ഹിയർ therefore the maximum number of edges in the ith component. ഓക്കെ, അപ്പൊ ജനറലി പറയാണ്, ith കമ്പോണന്റിലെ എഡ്ജുകളുടെ എണ്ണം ni ഇൻറ്റു ni മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. അത് ഫസ്റ്റ് കമ്പോണന്റ് ആണെങ്കിൽ n1 ഇൻറ്റു n1 മൈനസ് 1 ബൈ 2. എട്ടാമത്തെ കമ്പോണന്റ് ആണെങ്കിൽ n8 ഇൻറ്റു n8 മൈനസ് 1 ബൈ 2. അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ നമ്മൾ ജനറലി ith കമ്പോണന്റിലെ എഡ്ജുകളുടെ എണ്ണം. സോ therefore the maximum number of edges in the graph. ഓക്കെ, ith കമ്പോണന്റിലാണ് ഇത് വരുന്നത്. നമുക്ക് ഗ്രാഫിന്റെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ആണ്. ദാറ്റ് ഈസ് വി ഡിനോട്ട് സിഗ്മ i ഈക്വൽ ടു 1 to k ni ഇൻറ്റു ni മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. എല്ലാ കമ്പോണൻസിലും വരുന്ന k കമ്പോണൻസിലെയും എഡ്ജുകളുടെ എണ്ണത്തിനെ ആഡ് ചെയ്തു. ഇനി ഞാൻ ഈ സമ്മേഷനിൽ 1/2 ജസ്റ്റ് ഔട്ട്സൈഡ് എടുക്കുന്നു. സിഗ്മ i ഈക്വൽ ടു 1 to k. ഇവിടെ ni ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ni യെ മൾട്ടിപ്ലൈ ചെയ്ത് ni സ്ക്വയർ മൈനസ് ni. അപ്പൊ നമ്മളിവിടെ സമ്മേഷനിൽ വേറൊന്നുമല്ല, 1/2 ജസ്റ്റ് ഔട്ട്സൈഡ് എടുത്തു.
ni ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി നമ്മളിവിടെ ഈ സമ്മേഷൻ രണ്ടു പേർക്കും ഒരുപോലെ കോമൺ ആയിട്ടുള്ളതാണ്. സോ വി സ്പ്ലിറ്റ് ദ സമ്മേഷൻ സിഗ്മ ഐ ഈക്വൽ ടു 1 to n ni സ്ക്വയർ minus sigma I equal to 1 to n, sorry, I equal to 1 to നമ്മുടെ സമ്മേഷനിൽ k ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, k ആണ്, k n. അപ്പൊ സമ്മേഷൻ രണ്ട് വെർട്ടെക്സിന്റെ ni കമ്പോണൻസിലേക്ക് നമ്മൾ സമ്മേഷനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് വി നോ ദാറ്റ് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് സം ഓഫ് ഐ ഈക്വൽ ടു 1 to k ni എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടെക്സ് ആണ്. വി ഡിനോട്ടഡ് ഇറ്റ് ആസ് n. So first, from the first equation we can rewrite this equality by ni square. അങ്ങനെ തന്നെ ഈ ടേമിനെ നമുക്ക് n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ റീസൺ സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കാം ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡും കൂടി എടുത്ത് എഴുതിയിട്ട് ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പേര് കൊടുക്കുക. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ഈ സമ്മേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ n minus k into n minus k plus 1 divided by 2. ഓക്കെ, ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് വന്നാലാണ് നമ്മുടെ ആൻസർ ആവുള്ളൂ. അപ്പൊ n minus k വരണമെങ്കിൽ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഒരിക്കലും n minus k എന്നുള്ള ഒരു ടേം വരില്ല. സോ അങ്ങനെ ഒരു ടേമിലേക്ക് എത്താൻ വേണ്ടി വി കൺസിഡർ നെക്സ്റ്റ് സ്റ്റെപ്പ്, വി കൺസിഡർ n minus k വരാൻ വേണ്ടി വി കൺസിഡർ ദ സമ്മേഷൻ ഓഫ് ദിസ് ടേം. അപ്പൊ അവിടെ എങ്ങനെ n minus k വരുന്നല്ലേ നോക്കാം. i equal to 1 to k ni minus 1 ഈ ടേമിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ഇതിന് മുന്നത്തെ ഇക്വേഷൻസിൽ നിന്ന് എടുത്ത് എഴുതിയേക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. അതായത് നമ്മളിത് ഈ ഒരു സമ്മേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ അറ്റ്മോസ്റ്റ് എഡ്ജസിന്റെ എണ്ണം ഇതാണ് അല്ലെ. അപ്പൊ ആൻസറിൽ നോക്കി കാണാം നിങ്ങൾക്ക് k എന്ന വാല്യൂ വന്നിട്ടുണ്ട് അല്ലെ. k എന്ന n minus k എന്ന ഒരു ടേം ഉണ്ട്. ഉറപ്പായിട്ടും നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്താൽ n minus k യിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. സോ അതിനു വേണ്ടി വി കൺസിഡർ എ ടേം ഫ്രം ദിസ് ni minus 1. ഓക്കെ, ദെൻ ജസ്റ്റ് ഈ സമ്മേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഈ സമ്മേഷൻ നമ്മൾ ഇതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ i equal to 1 to k ni minus sigma i equal to 1 to k 1 അല്ലെ. 1 ഈ സമ്മേഷനിൽ നമ്മളൊന്ന് രണ്ട് ടേമിനും സ്പ്ലിറ്റ് ചെയ്തു. ഫസ്റ്റ് ടേം നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമ്പർ ഫ്രം 1 വി നോ ദാറ്റ് സം ഓഫ് ni എന്ന് പറയുന്നത് വി എക്സ്പ്രസ്ഡ് ആസ് n. അതുപോലെ തന്നെ സം ഓഫ് i ഈക്വൽ ടു 1 to k 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 1 into 1 into etc 1k times 1 എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഓൾസോ റിട്ടേൺ ആസ് k times 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which means k. സോ നമ്മൾ n minus k എന്ന ടേമിലേക്ക് വന്നു. അതായത് നമ്മുടെ ആൻസറിലുള്ള ടേം എത്താൻ വേണ്ടി. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടന്റ് ആണ്. കൺസിഡർ ദിസ് ടേം. അത് നമുക്ക് ഇവിടെ ഈ ni minus 1 എടുക്കുന്നു എന്നൊന്ന് ഓർത്താൽ മതി. ഓക്കെ, സോ നമുക്ക് ആ ഇക്വേഷന് സിഗ്മ i equal to 1 to k ni minus 1 which is equal to n minus k, ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 3നെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ് നമ്മുടെ ആൻസറിലേക്ക് വരാൻ വേണ്ടി. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, ഈ തന്നിരിക്കുന്ന തേർഡ് ഇക്വേഷൻ നമുക്ക് ഈ ഇക്വേഷനിൽ നമ്മൾ ഒരിക്കലും നമുക്കറിയാം ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ ഏതെങ്കിലും ഒരു കോമൺ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ആഡ് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം.
അതിന്റെ രണ്ട് സൈഡിലും ചെയ്യണം എന്ന് മാത്രം. അങ്ങനെ ചെയ്താൽ ഇക്വേഷന്റെ ചേഞ്ച് ഒന്നുമില്ല. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 എന്നുള്ള ഒരു ഇക്വേഷൻ. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ചെയ്യുമ്പോൾ അതിന്റെ ബോത്ത് സൈഡ്സ് ചെയ്യണമെന്ന് മാത്രം. സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ പാരന്റ് ഇക്വേഷൻ. പാരന്റ് ഇക്വേഷനിൽ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ഞാൻ ഇവിടെ ഇക്വേഷനെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. ഹോൾ സ്ക്വയർ which is equal to n minus k the whole square. Okay. ഇനി the whole square ആണ് കിടക്കുന്നത് അല്ലേ? That is sigma I equal to 1 to k n square ni minus 1 whole square എന്ന് എഴുതാൻ പോവാം. ni minus 1 whole square. ഈ ടേമും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Is there any difference between this and this term? Difference ഉണ്ടോ? Is there any difference? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. 1 plus 2 plus 3 മൂന്ന് നമ്പർ എടുക്കുകയാണേ. That is whole square equal to 1 square plus 2 square plus 3 square. ഇത് എത്രയാ? 1 plus 2 plus 3 the whole square. പറഞ്ഞോ? 36. താഴെയോ? ആ 40. ചേഞ്ച് ഇല്ലേ? അതായത് ഈ ടേം എന്ന് പറയുന്നത് സം ചെയ്തിട്ട് സ്ക്വയർ കാണാണ്, ലൈക്ക് ദിസ്. സം ചെയ്തിട്ട് സ്ക്വയർ കാണുന്നതാണ്. ഇതോ സ്ക്വയർ ചെയ്തിട്ട് ഫൈനൽ ആണ് അതിന്റെ സം കാണുന്നത്, ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോ സം ചെയ്തിട്ട് സ്ക്വയർ കാണുമ്പോഴും സ്ക്വയർ ചെയ്തിട്ട് സം കാണുമ്പോഴും ക്വാണ്ടിറ്റീസ് തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? യെസ്. അപ്പൊ അത് രണ്ടുപേരും സെയിം അല്ല. അതായത് ഈ ഒരു എക്സ്പ്രഷൻ which is equal to n minus k the whole square ആണ്, which is equal to n minus k the whole square. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ക്വാണ്ടിറ്റിനേക്കാൾ ചെറുതാണ് നമ്മൾ സെക്കൻഡ് എഴുതിയിരിക്കുന്നത്. therefore ഉറപ്പായിട്ടും അത് ഈക്വൽ അല്ല, അല്ലെങ്കിൽ അതായത് നമുക്ക് ഈക്വൽ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. we can write less than or equal to, maybe or equal ആകാം. ലെസ് ദാൻ എന്നുള്ളൊരു ഇക്വാലിറ്റി ഇവിടെ ചേർക്കല്, നമ്മൾ ആ ടേം മാറ്റുന്നതിനനുസരിച്ച് ആ ഒരു ചേഞ്ച് അവിടെ വരുത്തണം. സോ എന്തിനാണ് ഈ ചേഞ്ച് വരുത്തിയതിന്റെ റീസൺ ആണ് ഈ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് സം ചെയ്ത് സ്ക്വയർ ചെയ്യുന്നതും സ്ക്വയർ ചെയ്തിട്ട് സം കാണുന്നതും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പില് ഇനി ചെയ്യാനായിട്ട് a plus b the whole square എക്സ്പാൻഡ് ചെയ്യുന്നത് പോലെ ഈ ഒരു സ്ക്വയറിനെ ഇവിടെ നമ്മൾ a മൈനസ് ബി ആണ്, a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യുക. a സ്ക്വയർ മൈനസ് 2ab we know that. സോ ഇവിടെ നമുക്കതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. summation I equal to 1 to k ni square minus 2ni plus 1 less than or equal to n minus k the whole square, which implies in a summation ഓരോ ടേമിലേക്കും കൊടുക്കുക. സിഗ്മ I equal to 1 to k ni square minus 2 into 2 പുറത്തെടുക്കാം ni plus sigma I equal to 1 to k 1 which is less than or equal to n minus k the whole square. Okay, ഇനി നമുക്ക്
നമുക്കിവിടെ which implies sigma I equal to 1 to k ni square minus 2 into, we know that equation number 1 നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് n എന്നാണ്. അതുപോലെ സം ഓഫ് 1 into 1 into etc k ടൈംസ് ആണെങ്കിൽ we can write it as k less than or equal to n minus k the whole square. ഇനി നമ്മളിവിടെ ലെഫ്റ്റില് സമ്മേഷനുള്ള ഈ ഒരു ടേമിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. സോ ഈ ടേംസ് ഈ രണ്ട് 2n മൈനസ് 2n പ്ലസ് കെയും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നു. പ്ലസ് 2n മൈനസ് കെ. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, 1 2 3 4. ഫ്രം 2 and 4 സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 4 ഇക്വേഷനിൽ നിന്നും. സെക്കൻഡ് ഇക്വേഷൻ ഞാനൊന്ന് എഴുതാം. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ പുറകിലേക്ക് പോകണം തിരിച്ച്. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഈക്വൽ ടു 1 to k ni into ni minus 1 by 2 is equal to 1 by 2 into sigma equal to 1 to k ni square minus n. ഓക്കെ, അപ്പൊ നമ്മൾ ഫോർത്ത് ഇക്വേഷനിൽ എക്സ്പാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് കെ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2n മൈനസ് കെ എന്നാണ്. അപ്പൊ ഫോർത്ത് ഇക്വേഷനിൽ കിട്ടിയ ഈ സമ്മേഷന്റെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളിത് ഇങ്ങനെ എഴുതിയാലും മതി. Substitute sigma I equal to 1 to k ni square in equation number 2 will substitute ചെയ്യാം. So 2 will substitute ചെയ്ത് കഴിയുമ്പോൾ we get I equal to 1 to k ni into ni minus 1 divided by 2 less than or equal to, because sigma I equal to 1 to k ni square ന്റെ ആൻസർ നമുക്ക് from the fourth equation this is less than or equal to. So we can write 1 by 2. ഈ 1 by 2 ആണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിലെ 1 by 2. ni സ്ക്വയറിന്റെ പ്ലേസിൽ നമ്മൾ ഈ ഒരു ടേംസിനെ എഴുതുന്നു. n മൈനസ് കെ ഹോൾ സ്ക്വയർ പ്ലസ് 2n മൈനസ് കെ. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനിലേക്ക് ഒന്നുകൂടെ പോവാണ്. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. 1 by 2 ഇൻറ്റു ഈ ഒരു ടേമിന് പകരമാണ് ഫോർത്ത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. മൈനസ് എൻ എന്നൊരു ടേം കൂടെ ഉണ്ട്, മൈനസ് എൻ. ഓക്കെ, ഇനി ഇത് 1 by 2 ഇൻറ്റു n മൈനസ് കെ ദ ഹോൾ സ്ക്വയർ 2n മൈനസ് എൻ. 2n മൈനസ് എൻ ചെയ്യുമ്പോൾ പ്ലസ് n മൈനസ് കെ. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നമുക്ക് അറിയാം ഈ ടേമിലും n മൈനസ് കെ ഉണ്ട്, ഇവിടെയും ഒരു n മൈനസ് കെ ഉണ്ട്. ഈ n മൈനസ് കെനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തിറക്കുന്നു, n മൈനസ് കെ. അപ്പൊ ഈ സ്ക്വയർ ടേമിൽ നിന്ന് ഒരു n മൈനസ് കെ ഔട്ട്സൈഡ് നിൽക്കുമ്പോൾ റിമൈനിങ് n മൈനസ് കെ. ഈ ടേമിൽ നിന്ന് ഒരു n മൈനസ് കെ ഔട്ട്സൈഡ് പോയപ്പോൾ റിമൈനിങ് 1. ഇതല്ലായിരുന്നോ നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്? which means നമ്മൾ എഴുതിയിരിക്കുന്ന ഇനീക്വാളിറ്റിയുടെ മീനിങ് hence the graph G has at most n minus k into n minus k plus 1 divided by 2 edges. Hence the proof. ഇതാണ് തിയറം. തിയറത്തിന്റെ സൊല്യൂഷൻ ആണ്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. അസൈൻമെന്റ് തന്നിട്ടുണ്ട്. അസൈൻമെന്റ് എല്ലാവരും കംപ്ലീറ്റ് ആക്കുക. സീരീസിന് സമയം പോലെ പഠിച്ചു തുടങ്ങുക. അടുത്ത ദിവസം സാറ്റർഡേ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എനി ഡൗട്ട്സ്? ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തതോ പറഞ്ഞത് ക്ലിയർ ആവാത്തതോ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ആക്കാം. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? ചാപ്റ്റർ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതല്ലാതെ ഏതെങ്കിലും ഡെഫിനിഷൻ ക്ലിയർ ആവാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തിയറം അല്ലേ? തിയറം 1.1. ഒരു സെക്കൻഡ്. തിയറം 1.1 സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞോ. ദി നമ്പർ ഓഫ് എന്നല്ലേ, നമ്പർ ഓഫ് വെർട്ടീസസ് എന്നല്ലേ എഴുതിയിരിക്കുന്നത്? ഞാൻ നോട്ട് അയച്ചതാണോ? അതെ അതെ. പക്ഷെ അത് നമ്പർ അല്ല, സം അല്ലേ? സം ഓഫ് വെർട്ടീസസ് എന്ന് എഴുതിയല്ലേ തിയറം കംപ്ലീറ്റ് ശരിയാവുള്ളൂ. സം ഓഫ് വെർട്ടീസസിലെ പ്രൂവ് ചെയ്തിരിക്കുന്നേ. ഹാൻഡ് ഷേക്കിംഗ് തിയറത്തിന് റിസൾട്ടിന് മുമ്പുള്ളതല്ലേ? റിസൾട്ടിന് ശേഷമാണ്. ഓക്കെ. The number of vertices of odd degree in a graph is always even. Okay, നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് സം ഓഫ്. അത് ടെക്സ്റ്റ് ഒന്ന് നോക്കിയിട്ട് ടെക്സ്റ്റിലൂടെ കൂടി റെഫർ ചെയ്തിട്ട് ഞാൻ അതിന്റെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ടെക്സ്റ്റിലൊന്ന് റെഫർ ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ നോട്ടിലേട്ടാക്കി നമ്മൾ പ്രിസ്ക്രൈബും കൂടി നോക്കാം. പറഞ്ഞത് ശരിയാണ്, നമ്മൾ പ്രൂവ് ചെയ്തേക്കുന്നത് സമ്മിന്റെ കേസിലാണ്. ഓക്കെ, ആ ഒരു കറക്ഷൻ പറയാം. വേറെ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനതിന്റെ സ്റ്റേറ്റ്മെന്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. ഓക്കെ.